hello, it's me RJ Rostina and welcome back to Radio Lemon Live UK Presents Lemon Cine Time. നമ്മുടെ കൂടെ ഇന്നുള്ളത് അഡോപ്ഷൻ ഷോർട്ട് ഫിലിം റൈറ്റർ ശ്രീജിത്ത് ശ്രീകുമാർ ആണ്. സോ ശ്രീജിത്ത്, ഒരു മലയാളി ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു വിദേശ രാജ്യത്ത് വന്ന് ഒരു ഷോർട്ട് ഫിലിം ആ ഒരു ഹോൾ മേക്കിംഗ് പ്രോസസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസും ബാരിയേഴ്സും ഒക്കെ സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഒരു അഡോപ്ഷൻ ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു ഹോൾ ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. ഒരു ഫോറിൻ കൺട്രിയിൽ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ആരും പരിചയമില്ലാത്തൊരു സ്ഥലത്താണ് ആദ്യം വന്നത്. അപ്പം ആ ഒരു ഫിലിം ക്ലബിലാണ് ഞാൻ ആദ്യം എക്സ്ട്രാസ് ആയിട്ടാണ് ആദ്യത്തെ ഷൂട്ടിൽ ഷൂട്ടിങ്ങിന് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്ട്രാസ് ആയിട്ട് പോയ സമയത്ത് അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എൻ്റെ ഈ സ്ക്രിപ്റ്റ് പിച്ച് ചെയ്ത് തന്നത്. അപ്പോൾ ആ ഒരു ക്രൗഡിന് മുമ്പിൽ പിച്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്തു തന്നത് ആ ഒരു ആളാണ്. ഇവർ രണ്ടുപേരും അൺഫോർച്ചുനേറ്റ്ലി ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയി. ഡ്രോപ്പ് സമയത്താണ് ഈ പറഞ്ഞ മറിയോ മൈക്കിൾ എന്ന് പറഞ്ഞ രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഓൾറെഡി ഓൺ ബോർഡ് വന്നത്. പിന്നെ അങ്ങനെയാണ് അത് മുമ്പോട്ട് പോയത്. അതിനുശേഷവും ഡ്രോപ്പ് ഔട്ടിംഗ് ആയിട്ടുള്ള കുറെ സീൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ക്യാമറ ആണെങ്കിലും ഫസ്റ്റ് ക്യാമറമാൻ എന്ന് പറയുന്നത് റോസ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അയാൾ ആദ്യത്തെ ഡേ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പം അൺഫോർച്ചുനേറ്റ് അതും ഡ്രോപ്പ് ഔട്ട് ആയി പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് സെക്കൻഡ് ഡി ഒക്കെ സാമിനെ കാസ്റ്റ് ചെയ്തു. ഈവൻ ലൊക്കേഷൻ ഷൂട്ടിംഗ് ആണെങ്കിലും വീഡിയോ കിട്ടാൻ പാടാണ്. അപ്പൊ അതുപോലെ തന്നെ കഫേ ആണെങ്കിലും കഫേയുടെ പെർമിഷൻ വേണം, ആളുടെ ഓണറിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ടാണ്. പക്ഷെ അവര് അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ളതുകൊണ്ടാണ് ഇവരത് ചെയ്യാൻ സമ്മതിച്ചത്. ആണെങ്കിൽ തന്നെ ഓഡിഷൻ കോഴ്സും ഒരുപാട് പാടായിരുന്നു. പറഞ്ഞ 1 year old ബേബിയുടെ റോൾ ചെയ്യാനായിട്ടാണ് ഏറ്റവും പാടായിട്ട് തോന്നിയത്. അപ്പൊ അത് ചെയ്തത് ഓഡിഷൻ കോൾ വെച്ച് തന്നെയാണ് അത് ചെയ്ത് കിട്ടിയത്. അതൊരു ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ട്. കുട്ടികളാണെങ്കിലും സെറ്റിൽ വരുമ്പം മാനേജ് ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് പാടുള്ള കാര്യത്തിനാണ്. അത് 1 year old കിഡിന്റെ ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പൊ അവര് സെറ്റിൽ കുറച്ച് പ്രശ്നമായിരുന്നു. ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കി കൂടെ ഫോണിൽ അത് ക്യാപ്ചർ ആവും. അതുകൊണ്ട് റെക്കോർഡിങ്ങിന്റെ സമയത്ത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഫണ്ണായിരുന്നു ആ ഒരു സെറ്റിൽ. അവരുടെ കിഡ്സ് ഉള്ള സമയത്ത് നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് എല്ലാം ചെയ്തത്.